ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി പീസി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായി കട്ട് ചെയ്ത് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പുരട്ടി വെക്കാനായിട്ടുള്ള പൊടികളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 3 ടേബിൾ സ്പൂൺ തൈര്. അപ്പം നമ്മൾ ചിക്കൻ എടുത്തേക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഈ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിനിമം 1 അവർ എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പം നമുക്ക് 1 അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കാഷ്നട്ടും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 പിടി കാഷ്നട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാഷ്നട്ട് ഒന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ കാഷ്നട്ടും മുന്തിരിയും വറക്കുമ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അധികം കരിഞ്ഞു പോവാതെ നമുക്കിത് ഒന്ന് ജസ്റ്റ് മൂപ്പിച്ച് കോരിയെടുക്കണം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവോള വറുത്തെടുക്കാം. അപ്പം എണ്ണ കുറവാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു 4 മീഡിയം സൈസ് സവോളയാണ് ചെറുതായിട്ട് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ എണ്ണയിൽ ഈ സവോള ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ സവോളയൊക്കെ അത്യാവശ്യം മൂത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇപ്പം നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം. സവോള വറുത്ത എണ്ണ ഒരു 2 സ്പൂൺ എടുത്ത് പിന്നീടത്തേക്കിന് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മൾ സവോള വറുത്ത ഈ സെയിം എണ്ണയിലേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ്. എണ്ണ വേണം തോന്നിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി അതിലേക്ക് ആഡ് ചെയ്യുവാണ്. അപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ്റെ പീസുകളൊന്ന് ഇട്ട് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കരിഞ്ഞു പോവും. അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. മറ്റേ സൈഡും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ അരി അളന്നെടുത്തിരിക്കുന്നത്. ഞാൻ ബസ്മതി റൈസാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് ഒരു 15 മിനിറ്റ് നേരം കുതിർക്കാനിടാം. അതിനുശേഷം നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മുടെ ബിരിയാണി മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു വലിയ പാത്രം എടുത്തിവിടെ ഗ്യാസിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ബിരിയാണി ദം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഏകദേശം ഒരു വലുപ്പമുള്ള പാത്രം എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ പാത്രമൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുവാണ്. ഞാനൊരു 2 ചെറിയ തവി എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കി സ്പൈസസ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2 ചെറിയ ബേ ലീഫ് ഇട്ട് കൊടുക്കുവാണ്. 1 ഇഞ്ച് വലുപ്പത്തിൽ 2 കറുവാപ്പട്ട, 3 ഏലക്ക, അത് ഞാൻ ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ 2 നുള്ള് കുരുമുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുവാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഇളക്കിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്യുകയാണ്. അപ്പം ഞാനൊരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 5 പച്ചമുളക്, ഇത്രയാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പം നമ്മൾ നമ്മുടെ തക്കാളി വേവാൻ വെച്ചിരിക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഈ ചോറും ഒന്ന് റെഡിയാക്കാനായിട്ടുള്ള വെള്ളം ഒന്ന് വെക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യുവാണ്.
നമ്മൾ ഈ കപ്പിലായിരുന്നു അരി എടുത്തിരിക്കുന്നത്. ഈ സെയിം കപ്പിൽ തന്നെ നമ്മൾ 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്കൊരു 2 ഇഞ്ച് നീളത്തിൽ കറുവാപ്പട്ട, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 4 ഗ്രാമ്പൂ, 3 ഏലക്ക ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് ഞെക്കി പൊട്ടിച്ചത് ഇത്ര ഇട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് നാരങ്ങയുടെ അരമുറി നമുക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ സബോള വറുത്തപ്പം നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ എണ്ണ അത്രയും ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം നമ്മുടെ ബിരിയാണിക്കൊരു കറക്റ്റ് ഫ്ലേവറൊക്കെ കിട്ടും. അപ്പം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സബോളയിൽ ഇച്ചിരി സബോള നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അരിക്ക് പാകത്തിനായിട്ടുള്ള കുറച്ച് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഈ വെള്ളത്തിലേക്ക്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ വെള്ളത്തിന് ഉപ്പ് പാകമായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഇച്ചിരി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള ഉപ്പുണ്ട്. ഇനി വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. അപ്പം വെള്ളം തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മുന്നേ തന്നെ എടുത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരി ഇതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 3/4% വേവാക്കി എടുക്കണം ഈ അരി. അപ്പോൾ നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഈ അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തക്കാളി ഇപ്പോൾ മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ തക്കാളി ഒന്ന് വെന്തോന്ന് നോക്കാം. നമ്മുടെ തക്കാളിയൊക്കെ പാകത്തിനൊന്ന് വെന്തിട്ടുണ്ട്. ഇങ്ങനെ ഞെക്കുള്ളുന്ന പരുവമായാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട പൊടികളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പൊടികൾ ആഡ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും തീ ഒരു ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. അപ്പം നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പൊടിയുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് എണ്ണ കുറവാന്ന് തോന്നിയാൽ കുറച്ചുകൂടെ ആ ചിക്കൻ വറുത്തതിൻ്റെ എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ പൊടിയൊന്ന് ജസ്റ്റ് പച്ചമണം കളഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ബിരിയാണി മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബിരിയാണി മസാല ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ വീട്ടിൽ പൊടിച്ച് ഗരം മസാല ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വേറെ എക്സ്ട്രാ മസാലാസ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന ആ സമയം കൊണ്ട് നമ്മുടെ അരി അവിടെ വെന്ത് പോകരുത്. അരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് സവോള പിന്നീടത്തേക്കിന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി മുഴുവനായിട്ടും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഈ സവോള ഈ മസാലയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് നമ്മുടെ ചോറ് റെഡി ആയെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ചോറൊക്കെ ഇവിടെ ഒരു 3/4% വേവായിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസിൻ്റെ തീയിൽ നിന്ന് അതൊന്ന് ജസ്റ്റ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം തീ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അപ്പം നമ്മൾ തൈരൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുൻപേ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഈ ഗ്രേവിയിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇത് ജസ്റ്റ് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാം. അധികം ടൈം വേണ്ട. അപ്പം നമുക്ക് മസാല ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറും മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ചിക്കൻ കറിയും ചോറും കൂടെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ചിക്കൻ കറിയുടെ മുകളിലേക്ക് നമുക്ക് മല്ലിയിലയൊന്ന് തൂക്കി കൊടുക്കാം. ഞങ്ങൾ സാധാരണ മല്ലിയില അധികം ഇടാറില്ല, പക്ഷെ ഇട്ടാലും നല്ലതാണ്. മല്ലിയിലയും പുതിനയിലയും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് പുതിനയില ഇവിടെ കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മല്ലിയില മാത്രം ഇടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ചോറൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മൾ ലെയർ ആക്കി സ്പ്രെഡ് ചെയ്ത് ഇടുവാണ്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ മുമ്പേ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവോളയൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ലെയറായിട്ട് സവോള ഇടുമ്പം ആ ചോറിലേക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടെ കിട്ടും. ഇനിയും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പുതിനയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടെ ചേർത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള വറുത്ത് വെച്ചിരിക്കുന്ന സവോള കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ശകലം മല്ലിയില സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഈ സമയത്ത് പുതിനയില ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ലെയർ ചെയ്യുന്ന സമയത്ത് മൊത്തം നമ്മുടെ ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി നമുക്ക് നമ്മുടെ കാഷ്നട്ടും മുന്തിരിയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ഇട്ട് കൊടുക്കാം. അതും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് നമ്മുടെ ഗ്യാസിൻ്റെ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ നിന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് 1 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ആ 1 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അരമണിക്കൂറും കൂടെ ഈ മൂടി തുറക്കാതെ അങ്ങനെ തന്നെ വെക്കണം. ആ അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഈ ബിരിയാണി സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ബിരിയാണി ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഈ ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.